സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനോബി മുല്ലനല്ലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ ബോയ് ഹൂ ഡ്രീ കാറ്റ്സ് എന്ന കഥയാണ്. ദ ബോയ് ഹൂ ഡ്രീ കാറ്റ്സ് റിട്ടൺ ബൈ ജപ്പാനീസ് റൈറ്റർ ഹസെഗവ തെക്കേജിറോ അല്ലെങ്കിൽ ഹസെഗവ ടെക്കേജിറോ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാം. അദ്ദേഹമാണ് ഒരു ജപ്പാനീസ് റൈറ്ററാണ്. അപ്പോൾ ജപ്പാൻ ഭാഷയിലാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ദ ബോയ് ഹൂ ഡ്രീ കാറ്റ്സ്. ലെറ്റ് us start. Okay. A long time ago, in a small country village in Japan, there lived a poor farmer and his wife, who were very good people. They had a number of children and found it very hard to feed them all. The elder son was strong enough when only 14 years old to help his father, and the little girls learned to help their mother almost as soon as they could walk. പ്രധാന പാരഗ്രാഫിൽ പറയുന്നത് എ ലോങ് ടൈം എഗോ. നമുക്ക് എല്ലാവർക്കും കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുന്നേ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഇൻ ജപ്പാൻ, എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ. ജപ്പാനിലെ ഒരു സ്മോൾ കൺട്രി വില്ലേജ് മീൻസ് ഒരു കുഗ്രാമത്തിൽ there lived a poor farmer and his wife. ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും സുഖമായിട്ട് ജീവിച്ചു വന്നു. who were very good people. നല്ല ആൾക്കാരായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരുമായ, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തതുമായ നല്ല ആൾക്കാരായിരുന്നു ആര്? ഈ കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും. they had a number of children. ഒരുപാട് കുട്ടികൾ ആർക്കുണ്ട്? കർഷകനുണ്ട്. and found it is very hard to feed them all. കുട്ടികളൊക്കെ ഒരുപാടായപ്പോൾ ഇവരെ പരിപാലിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഇവർക്ക് വേണ്ടി ആഹാരം കൊടുക്കുവാൻ 8 മക്കൾ ഉണ്ട്. ഒരു കർഷകൻ പോയി കൃഷി ചെയ്ത് കിട്ടുന്നത് കൊണ്ട് കുട്ടികൾക്ക് ആഹാരം വരെ കൊടുക്കുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ കർഷകൻ, the elder son was strong enough when only 14 years old to help his father. elder son, മൂത്ത മകന് 14 വയസ്സായി, 14 years, and he helped his father in farming. അവൻ അച്ഛനെ സഹായിച്ചു, കൃഷിയിലൊക്കെ സഹായിക്കാൻ പറ്റിയ ആരോഗ്യമുള്ളവനായി മാറി മൂത്ത മകനായ 14 വയസ്സുകാരൻ. and the little girls learned to help their mother. പെൺകുട്ടികളായിട്ടുള്ള മക്കളാണെങ്കിൽ അമ്മയെ സഹായിച്ചു, പാചകങ്ങളിലൊക്കെ അമ്മയെ സഹായിച്ചു. as soon as they could walk, നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആരെ സഹായിച്ചു തുടങ്ങി? അമ്മയെ സഹായിച്ചു. ഒന്നാമത്തെ പാരഗ്രാഫ് പറയുന്ന ജപ്പാനിലെ ഒരു കുഗ്രാമത്തിൽ ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. മൂത്ത ആൾ 14 വയസ്സായപ്പോഴും അച്ഛനെ സഹായിച്ചു. പെൺമക്കൾ നടക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ആരെ സഹായിച്ചു തുടങ്ങി? അമ്മയെ കുക്കിങ്ങിൽ സഹായിച്ചു തുടങ്ങി. നെക്സ്റ്റ് പാരഗ്രാഫ്. But the youngest child, a little boy, did not seem to fit for hard work. He was very cleverer than all his brothers and sisters, but he was quite weak and small, and some people said he could never grow very big. So his parents thought it would be better for him to become a priest than to become a farmer. They took him with them to the village temple one day and asked the good old priest who lived there if he would have their little boy for his acolyte and teach him all that a priest ought to know. കഥ ഇങ്ങനെയാണ്. രണ്ടാമത്തെ പാരഗ്രാഫിലായപ്പോൾ ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, പക്ഷെ ഏറ്റവും ഇളയ മകൻ, ഏറ്റവും മൂത്ത മകൻ, മുതിർന്ന കുട്ടി എന്ത് ചെയ്തു? അവൻ അച്ഛനെ സഹായിക്കുവാൻ വേണ്ടിയുള്ള പ്രാപ്തിയായി അവൻ അച്ഛനെ സഹായിച്ചു. ഏറ്റവും ഇളയ മകൻ, എ ലിറ്റിൽ ബോയ്, ഒരു ചെറിയ കുട്ടിയാണ്. ഡിഡ് നോട്ട് സീം ടു ഫിറ്റ് ഫോർ ദ ഹാർഡ് വർക്ക് ചെയ്യാൻ അവൻ കെൽപ്പുള്ളവനല്ല. ആരോഗ്യം തീരെ കുറഞ്ഞ വീക്കായിട്ടുള്ള ഒരു കുട്ടിയാണ് ഇളയ മകൻ. ഹി വാസ് വെരി ക്ലവറർ ദാൻ ഓൾ അതർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പക്ഷെ അവൻ ഭയങ്കര ബുദ്ധിമാനാണ്. മറ്റുള്ള തൻ്റെ ബ്രദറിനെക്കാട്ടിയും സിസ്റ്ററിനെക്കാളും ബുദ്ധിമാനാണ് ആര്? നമ്മുടെ ഈ ഇളയ മകൻ.
ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. പക്ഷെ വളരെ വീക്കാണ്, ക്ഷീണിതനാണ്, ആരോഗ്യമൊന്നുമില്ല, ചെറിയ പൊക്കക്കുറവാണ്, വളർച്ച തീരെ ഇല്ലാത്തൊരു കുട്ടിയാണ് ആര്, ഏറ്റവും ഇളയ മകൻ. ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള മറ്റുള്ളവരൊക്കെ കർഷകനോട് പറയും, ഇവൻ വലുതായിട്ടൊന്നും വളരത്തില്ല, ഇവൻ മണ്ട അടച്ചു പോയ തെങ്ങാണ്, അവൻ ഇത്രയൊക്കെ വളരൂ, ഇവന് വളർച്ചയൊന്നും ആരോഗ്യം വളർച്ചയൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണെന്ന് ആ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു. So his parents thought it would be better for him to become a priest than to become a farmer. എല്ലാവരും അന്നൊക്കെ എന്താണ്, ഫാർമർ ആവാനാണ് എല്ലാവരും ജോലി. കാരണം അന്നൊന്നും പഠിത്തം അല്ലെങ്കിൽ ജോലി മറ്റുള്ള ജോലികളൊന്നും ഇല്ല, പണ്ട് കാലത്താണ്. അപ്പോൾ അന്നത്തെ എല്ലാവരുടെയും വരുമാന മാർഗം എന്താണ്, കൃഷിയാണ്. അപ്പോൾ ഒരു കർഷകനാകുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം, മികച്ചൊരു കർഷകനാകുക. അപ്പോൾ പാരൻസ് വിചാരിച്ചു, നമ്മുടെ പയ്യന്റെ പാരൻസ് വിചാരിച്ചു, ഇവനെ കൊണ്ട് കർഷകനാകാനൊന്നും പറ്റില്ല, കൃഷി ചെയ്യാനൊന്നും പറ്റില്ല, അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. കർഷകനാകണമെങ്കിൽ എന്താ, നിലം ഉഴുകുക, ഒപ്പം നിലം മെരുക്കുക, അതിനൊക്കെ ഒരുപാട് ജോലികളുണ്ട്, ടഫായിട്ടുള്ള ജോലികളുണ്ട്. അതൊന്നും ചെയ്യാൻ ആർക്കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ മകനെ കൊണ്ട് പറ്റത്തില്ല. അവനെ നമുക്ക് ആരാക്കി മാറ്റാം, എ പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ അല്ലെങ്കിൽ പൂജാരിയാക്കി മാറ്റാം. ഫാർമർ അങ്ങനെ തീരുമാനിച്ചു. ദേ ടുക്ക് ഹിം വിത്ത് ദം ഇൻ ടു ദ വില്ലേജ് ടെമ്പിൾ. അങ്ങനെ ഇവനെയും കൊണ്ട് അവർ ഗ്രാമത്തിലുള്ള അമ്പലത്തിലേക്ക് പോയി. വൺ ഡേ ആൻഡ് ആസ്ക്ഡ് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് ഹൂ ലിവ്ഡ് ദേർ. അവിടെ താമസിച്ച പ്രായമേറിയ പുരോഹിതനോട് അല്ലെങ്കിൽ പൂജാരിയോട് അവർ പറഞ്ഞു, ഇഫ് ഹി വുഡ് ഹാവ് ദെയർ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് ആക്വലേറ്റ് എന്തുണ്ടാവണം, അങ്ങ് എൻ്റെ മകനെ എന്താക്കി മാറ്റുക, ശിക്ഷനാക്കി മാറ്റുക, അങ്ങയുടെ ശിക്ഷനാക്കി മാറ്റിയെങ്കിൽ വളരെ നന്നായിരുന്നു. ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഓട്ട് നോ. ഒരു പുരോഹിതൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. അങ്ങ് എന്ത് ചെയ്യണം, ഇവനൊരു പ്രീസ്റ്റാക്കി മാറ്റണം, നല്ലൊരു പുരോഹിതനാക്കി മാറ്റണം, ഒരു നല്ലൊരു പുരോഹിതനാക്കി മാറ്റുക എന്ന് കർഷകനും ഭാര്യയും ആരോട് പറഞ്ഞു, വില്ലേജിലെ അമ്പലത്തിലെ പുരോഹിതനോട് അല്ലെങ്കിൽ പൂജാരിയോട്, ഈ പ്രീസ്റ്റിനോട് ആര് പറഞ്ഞു, പേരൻസ് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ഇളയ മകൻ വെരി വീക്കാണ്, വളരെ ക്ഷീണിതനാണ്. അതുകൊണ്ട് കർഷകനാകാനുള്ള ആരോഗ്യമൊന്നും, കൃഷി ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ പേരൻസ് ഇവനെ എന്താക്കുവാൻ തീരുമാനിച്ചു, പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ അല്ലെങ്കിൽ പൂജാരിയാക്കി മാറ്റുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഗ്രാമത്തിലെ അമ്പലത്തിൽ ചെന്ന് പൂജാരിയോട് ഇവനെ പൂജകളും മറ്റും പഠിപ്പിക്കുവാനായിട്ട് ആവശ്യം. The old man spoke kindly to the lad and asked him some hard questions. So clever were the answer that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. The boy learned quickly what the old priest taught him, and was very obedient in most things. But he had one fault. He liked to draw cats during study hours, and to draw cats even where cats ought not to have been drawn at all. അങ്ങനെ കുട്ടിയെ ആക്യുറേറ്റാക്കി മാറ്റുവാനായിട്ടുള്ള തീരുമാനം ഉണ്ടായി പ്രീസ്റ്റിന്. അതിന് മുന്നേ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാമെന്ന്, ഇവന്റെ ബുദ്ധിയെ പരീക്ഷിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആര് തീരുമാനിച്ചു, പ്രീസ്റ്റ് തീരുമാനിച്ചു. The old man spoke kindly to the lad. ആ കുട്ടിയോട് ഈ പ്രായമേറിയ വൃദ്ധനായ പ്രീസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. And asked him some hard questions. കട്ടിയേറിയ ചോദ്യങ്ങൾ, സാധാരണ ഒരു കുട്ടിക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചു. So clever were the answer that the priest agreed take the little fellow into the temple as an acolyte. So clever, his answers were very clever. അവന്റെ ആൻസറുകൾ വളരെ ക്ലവർ ആയിരുന്നു, ബുദ്ധിപരമായതിനാൽ. So he decided take him as an acolyte. ഇവനെ എന്തായിട്ട് തന്നെ എടുക്കാം, ശിക്ഷനായിട്ട് തന്നെ എടുക്കാം. ഇവൻ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് ആർക്ക് മനസ്സിലായി, പ്രീസ്റ്റിന് മനസ്സിലായി. ആൻഡ് എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. ഒരു പുരോഹിതൻ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ, പ്രീസ്റ്റ്ഹുഡ് പിന്നെ പുരോഹിതത്വം അല്ലെങ്കിൽ പുരോഹിതൻ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവരെ പഠിപ്പിച്ച മിടുക്കനായ ഒരു ആയരായിട്ട് മാറുമ്പോൾ ഒരു പ്രീസ്റ്റ് ആയിട്ട് മാറും എന്ന് ഒരു തോന്നൽ ആർക്കുണ്ടായി, നമ്മുടെ ഓൾഡ് പ്രീസ്റ്റിന് ഉണ്ടായി. The boy learned quickly what the old priest taught him. He learned quickly. പെട്ടെന്ന് തന്നെ പഠിച്ചു. നമ്മുടെ പ്രീസ്റ്റ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്തു, പഠിച്ചു, ബൈ ഹാർട്ട് ചെയ്തു. ആര്, നമ്മുടെ ലിറ്റിൽ ഫെലോ.
ആൻഡ് വാസ് വെരി ഒബീഡിയന്റ് ഇൻ മോസ്റ്റ് തിങ്സ്. എല്ലാത്തിനും ഭയങ്കര ഒബീഡിയന്റ്. ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട, ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ലക്ഷണമാണ് ഒബീഡിയന്റ്. ഒബീഡിയന്റ് മീൻസ് അനുസരണശീലം. പ്രോംപ്റ്റ്ലി, കൃത്യനിഷ്ഠ. പ്രോംപ്റ്റ് മീൻസ് കൃത്യനിഷ്ഠയും, ഒബീഡിയന്റ് മീൻസ് അനുസരണയും ഉണ്ടായിരിക്കണം. ഒബീഡിയന്റ് ഭയങ്കര അനുസരണയായിരുന്നു. മിക്ക കാര്യങ്ങളിലും നമ്മുടെ ലിറ്റിൽ ഫെല്ലോ വളരെ ഒബീഡിയന്റ് ആയിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫാൾട്ട്. പക്ഷെ അവനൊരു കുഴപ്പമുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മൾ എത്ര മിടുക്കലാണെങ്കിൽ 1-2 കുഴപ്പങ്ങൾ ഉണ്ടാവും. ഇവനും ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. എന്ന് നോക്കൂ. ഹി ലൈക്ഡ് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്. പഠന സമയത്ത് അവൻ പൂച്ചകളെ വരയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പഠനവേളകളിൽ പൂച്ചകളെ വരയ്ക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ലിറ്റിൽ ഫെലോയ്ക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വെയർ കാറ്റ്സ് ought not to have been drawn at all. പൂച്ചകളെ വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലും, അമ്പലമാണല്ലോ, ഇപ്പൊ ഓരോ ജപ്പാനീസ് വിശ്വാസ പ്രകാരം ചില സ്ഥലങ്ങളിൽ പൂച്ചകളെ വരയ്ക്കാൻ പാടില്ല, അമ്പലങ്ങളിലെ. അപ്പൊ അമ്പലങ്ങളിലെ പൂച്ചയെ വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ വരെ ഈ പയ്യൻ പൂച്ചയെ വരച്ചു വെച്ചു. പൂച്ചയെ വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലും പൂച്ചയെ വരച്ചു വെച്ചു. നമ്മുടെ ലിറ്റിൽ ഫെലോ. ഓക്കെ, പിന്നെ അവിടെ അത് തീരുകയാണ്. ഇപ്പോൾ കുട്ടിയെ പ്രീസ്റ്റ് തന്റെ വിദ്യാർത്ഥിയായിട്ട് ആക്യുറേറ്റ് ആയിട്ട് എടുത്തു. കാരണം അവൻ ഭയങ്കര കഴിവുള്ളവനാണ്. അപ്പോൾ തന്നെ അദ്ദേഹം പഠിച്ചു തുടങ്ങി, അവനെല്ലാം ബൈഹാർട്ടാക്കി. പക്ഷെ അവന് ഒരു ഫാൾട്ട് ഉണ്ടായിരുന്നു. എന്താണ് അവന്റെ ഹാബിറ്റ്? എന്തായിരുന്നു? ടു ഡ്രോ കാറ്റ്സ്. പൂച്ചകളെ മാത്രമേ വരയ്ക്കൂ. പൂച്ചകളെ നല്ല രീതിയിൽ അതിമനോഹരമായിട്ട് വരയ്ക്കും. എവിടെയെന്നില്ല, എങ്ങനെയൊന്നുമില്ല, എവിടെ വയ്ക്കണം അവൻ പൂച്ചകളെ വരയ്ക്കും. Whenever he found himself alone, he drew cats. He drew them on the margin of the priest's book, on all the screens of the temple, and on the walls, and on the pillars. Several times the priest told him this was not right, but he did not stop drawing cats. He drew them because he couldn't not really help it. He had what is called the genius of an artist, and just for that reason he was not quite fit to be an acrobat. A good acrobat should study books. അങ്ങനെ the habit of boy is drew cats. His hobby is drawing cats. നമ്മുടെ കുട്ടിയുടെ ഹോബിയാണ് എന്തെന്ന് പറയുന്നത്? എന്ത് വരയ്ക്കുക? കാറ്റ്സിനെ വരയ്ക്കുക എന്നുള്ളതാണ് അവന്റെ ഹോബി, അല്ലെ? Whenever he found himself alone, എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്നു എന്നുള്ള തോന്നലുണ്ടായാൽ, ബോറിംഗ് ഉണ്ടായാൽ, he drew cats. അപ്പോഴവൻ എന്ത് വരച്ചിരിക്കും? പൂച്ചയെ വരച്ചിരിക്കും. അവൻ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, ബോറിംഗ് ആണെന്ന് തോന്നി അപ്പോഴേ അവൻ പൂച്ചയെ വരയ്ക്കും. He drew them on the margin of priest's book. നമ്മൾ ഈ പഠിക്കുന്ന പൂജാ കാര്യങ്ങൾ പഠിക്കുന്ന ബുക്കിന്റെ മാർജിനിൽ ചില കാറ്റിനെ വരച്ചു വയ്ക്കും. ആൻഡ് ഓൺ ദ സ്ക്രീൻ ഓൺ ദ ടെമ്പിൾ, അമ്പലത്തിന്റെ സ്ക്രീൻ മീൻസ് ഭിത്തികളോ ചുവരുകളോ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു മറയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, തുണിയോ എന്തോ പേപ്പറിന്റെ ഷീറ്റോ കാർഡ്ബോർഡോ എന്തൊക്കെ എവിടെയും മറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രീനുകളിലൊക്കെ, പ്രതലങ്ങളിലൊക്കെ വരച്ചു വെക്കും. ആൻഡ് ഓൾ ദ സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിൾ ആൻഡ് ഓൺ ദ വാൾസ്, ഭിത്തികളിൽ, അമ്പലത്തിനകത്ത് ഭിത്തികളിൽ പൂച്ചയെ വരച്ചു വയ്ക്കും. ഓൺ ദ പില്ലേഴ്സ്, തൂണുകളിലൊക്കെ ഇവൻ എന്തിനു വരച്ചു വയ്ക്കാൻ തുടങ്ങി? കാറ്റ്സിനെ വരച്ചു വയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പൂച്ചകളെ വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ വരെ കുട്ടി എന്ത് വരയ്ക്കാൻ തുടങ്ങി? പൂച്ചയെ വരയ്ക്കാൻ തുടങ്ങി. സെവറൽ ടൈംസ് ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ്. ഒരുപാട് തവണ വിളിച്ച്, മകനെ ദിസ് ഈസ് നോട്ട് റൈറ്റ്, ശരിയല്ല കേട്ടോ, ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞു, 10 അല്ല 20 അല്ല 100 തവണ പറഞ്ഞു. പക്ഷേ ഹി കുഡ് നോട്ട്, അവന് കഴിഞ്ഞിരുന്നില്ല. ഹി ഡ്രൂ കാറ്റ്സ്. അവൻ ആരെ വരച്ചുകൊണ്ടിരുന്നു? എല്ലാ സ്ഥലങ്ങളിലും. അമ്പലത്തിൽ നോക്കിയപ്പോൾ ആ ദൈവം ആരാണെന്ന് തോന്നും, പൂച്ചയാണെന്ന് തോന്നും. അമ്പലത്തിൽ ഫുൾ പൂച്ചകളാണ്. ബട്ട് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് കാറ്റ്സ്. എത്ര പറഞ്ഞിട്ടും അവന് എന്ത് നിർത്താൻ കഴിഞ്ഞില്ല? ഈ പൂച്ചയെ വരപ്പ് നിർത്താൻ കഴിഞ്ഞില്ല. ഹി ഡ്രൂ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. യഥാർത്ഥത്തിൽ അവന് നിർത്താൻ പറ്റാത്തത് ഒരു അഡിഷൻ പോലെയാണ്. അവന് നിർത്താൻ പറ്റിയില്ല, അവൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. He had what is called the genius of an artist. അവൻ അതിനെ എന്തെന്ന് വിളിച്ചു? The genius of an artist. ഒരു കലാകാരന്റെ മികവ്.
ഇതിനെ ഒരു കലാകാരന്റെ മികവ് എന്ന് അവൻ വിളിച്ചു. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വയറ്റ് ഫിറ്റ് ടു ബി ആൻ ആക്യുറേറ്റ്. ഈ ഒരു കാരണത്താൽ അവൻ എന്താക്കാൻ പറ്റിയില്ല, അവൻ ഒരു ശിക്ഷനാക്കുവാൻ ആ പൂജാരി ഒഴിവ് കാണിച്ചു. അവനെ പൂജ പഠിപ്പിക്കുന്നതിൽ നിന്ന് മാറ്റുവാൻ ആര് തീരുമാനിച്ചു? നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ്. അവൻ എന്തല്ല, കാരണം പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞ ഒബീഡിയൻ്റ് ആയിരിക്കണം. ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഒബീഡിയൻ്റ് ആയിരിക്കണം, എങ്കിലേ ഗുരുക്കന്മാർക്ക് എന്തുണ്ടാവും, അത് മുന്നോട്ട് കൊണ്ട് പഠിപ്പിക്കാൻ തോന്നും അല്ലേ. അപ്പം ഇവൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, അവൻ എത്ര അനുസരണ ഇല്ലാത്തവനായിട്ട് മാറി. കാരണം അവന് പൂച്ചയെ വരയ്ക്കാതിരിക്കുവാനും പറ്റുന്നില്ല. എ ഗുഡ് ആക്യുറേറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. ഒരു നല്ല ആക്യുറേറ്റ് ഒരു വിദ്യാർത്ഥി എന്ത് പഠിക്കണം? ബുക്കുകൾ പഠിക്കണം. ഇവൻ ബുക്കുകൾ പഠിക്കുന്നതിന് പകരം എന്തിനെ വരയ്ക്കുവാനായിരുന്നു ശ്രദ്ധ ചെലുത്തിയത്? പൂച്ചയെ വരയ്ക്കുവാനായിരുന്നു. അതുകൊണ്ട് the priest thought that it was not good. Okay, he is not in right way. അവൻ ശരിയായ വഴിയിലല്ല എന്നാരും മനസ്സിലാക്കി, പ്രീസ്റ്റ് മനസ്സിലാക്കി. അപ്പോൾ പ്രീസ്റ്റിന് ഇവനോട് എന്തുണ്ടായി? ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടായി. ഓക്കെ. One day, after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist. Now, let me give you a last piece of advice. And be sure you never forget it. Avoid large places at night. Keep to small." The boy did not know what the priest meant by saying, "Avoid large places, keep to small." He thought and thought while he was tying up his little bundle of clothes to go away, but he could not understand those words, and he was afraid to speak to the priest anymore, except to say goodbye. One day, after he had drawn some very clever pictures on cat upon the paper screen, പേപ്പർ വെച്ചുണ്ടാക്കി അമ്പലത്തിലെ പ്രതലത്തിൽ അല്ലെങ്കിൽ സ്ക്രീനിന്റെ പുറത്ത് ഇവൻ എന്ത് ചെയ്തു? മനോഹരമായ കുറച്ച് പൂച്ചകളെ വരച്ചു വെച്ചപ്പോൾ the old priest said to him severely. ഇത് കണ്ട് ഓൾഡ് പ്രീസ്റ്റ് അവനോട് വളരെ രൂക്ഷമായിട്ട് പറഞ്ഞു, "My boy, you must go away from this temple at once." ഇപ്പോൾ തന്നെ നീ എന്ത് ചെയ്യണം? ഈ അമ്പലത്തിൽ നിന്ന് പുറത്തു പോകണം. എപ്പോഴും പ്രീസ്റ്റുകളുടെ ഒരു സ്വഭാവമാണ് ശാന്തത അല്ലേ. സന്യാസിമാർക്ക് വളരെ ശാന്തന്മാരാണ്. പക്ഷെ ഇദ്ദേഹത്തിന് സഹി കെട്ടു, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് പറയുന്നത് സഹി കെട്ടു. പ്രീസ്റ്റ് പറഞ്ഞു, "മകനെ, യു മസ്റ്റ് ഗോ ഔട്ട്. നീ ഇപ്പോൾ തന്നെ പുറത്തു പോകണം. അറ്റ് വൺസ്. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നിനക്ക് ഒരിക്കലും ആരാവാൻ പറ്റില്ല, ഒരു നല്ലൊരു പുരോഹിതനാവാൻ പറ്റില്ല, നല്ലൊരു പൂജാരി ആവാൻ പറ്റില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷെ നീ ആരായേക്കാം? ബിക്കം എ ഗുഡ് ആർട്ടിസ്റ്റ്. നല്ലൊരു കലാകാരൻ, നല്ലൊരു ചിത്രകാരനായേക്കാം. പക്ഷേ നീ ചിത്രകാരനാവും, പക്ഷെ എന്താവില്ല? നീ ഒരിക്കലും ആരാവത്തില്ല, ഒരു പ്രീസ്റ്റ് ആകുന്നില്ല. Now let me give you a last piece of advice. എന്നിട്ട് ഒരു ഉപദേശം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. And I'm sure you never forget it. ഈ ഉപദേശം you never forget it. ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ ഈ തരുന്ന ഉപദേശം നീ ഒരിക്കലും മറക്കാൻ പാടില്ല. Avoid large places at night. Keep to small. രാത്രികാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിൽ ഒതുങ്ങിക്കൂടുക. ഓക്കെ, ഇതാണ് എനിക്കുള്ള ഉപദേശം. നിനക്ക് തരാനുള്ള ഉപദേശം ഇതാണ്. അവോയ്ഡ് ലാർജ് പ്ലേസസ്. വലിയ സ്ഥലങ്ങൾ, വലിയ ഇടങ്ങൾ ഒഴിവാക്കുക രാത്രിയിൽ. കീപ് ടു സ്മോൾ. ചെറുതിലേക്ക് ഒതുങ്ങിക്കൂടുക, ചെറിയ സ്ഥലങ്ങളിൽ കൂടുക എന്നാണ് എൻ്റെ ഉപദേശം. The boy did not know what the priest meant by saying. നമുക്കും അത് കണക്കന്നെ അല്ലേ. ഈ കുട്ടി കുറച്ചൊരു ആലോചിച്ചു, പ്രീസ്റ്റ് എന്താ പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. What is that? I don't know. The boy did not know what the priest meant by saying. പ്രീസ്റ്റ് പറഞ്ഞതിന്റെ മീനിങ് ഒന്നും മനസ്സിലായില്ല. ചില ആൾക്കാർ അങ്ങനെയാണ് അല്ലേ, വല്ല അർത്ഥവത്തായ വാക്കുകൾ പറഞ്ഞാൽ ചിലത് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ആലോചിക്കുക എന്താണ് ഈ പറഞ്ഞത്. അതുപോലെ ഈ കുട്ടിയും ആലോചിച്ചു. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. ഹി തോട്ട് ആൻഡ് തോട്ട്. അവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. തോട്ട് ആൻഡ് തോട്ട്, തിങ്കിന്റെ പാസ്റ്റ് തോട്ട്. ഓക്കെ. While he was tying up his little bundle of clothes, വസ്ത്രങ്ങളെല്ലാം കൂടെ ബണ്ടിലപ്പ് മീൻസ് കൂട്ടിക്കെട്ടുന്നതിനിടയ്ക്ക്, ഹാണ്ടമാക്കുന്നതിനിടയ്ക്ക്, തുണിയിൽ കെട്ടിയില്ല പൊതിഞ്ഞെടുക്കുമ്പോ പെട്ടിയൊന്നുമില്ലല്ലോ, തുണിക്കെട്ടാണല്ലോ പണ്ടൊക്കെ. അവൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു എന്താണ് പറഞ്ഞത്. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്. പക്ഷെ അവൻ ഒരിക്കലും മനസ്സിലായില്ല. പ്രീസ്റ്റ് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും അവന് മനസ്സിലായില്ല.
And he was afraid to speak to the priest anymore. പിന്നെ കൂടുതൽ കാരണം ദേഷ്യം വന്നാണ് പ്രീസ്റ്റ് സംസാരിച്ചത്. പിന്നെ ഇതിനെപ്പറ്റി ചോദിക്കുവാനുള്ള ധൈര്യവും ആർക്കില്ല? നമ്മുടെ പയ്യന് ഇല്ല. അവൻ എന്താണ് അങ്ങ് അർത്ഥമാക്കിയതെന്ന് ചോദിക്കാനുള്ള ധൈര്യവുമില്ല. എക്സെപ്റ്റ് ഗുഡ് ബൈ. അവൻ എന്ത് മാത്രം പറഞ്ഞു? ഗുഡ് ബൈ മാത്രം പറഞ്ഞ് അവിടെ നിന്ന് ടെമ്പിളിൽ നിന്നും പുറത്തേക്ക് പോയി. പക്ഷെ അവൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്തയാണ്, എന്താണ് ഈ ഗുരു പറഞ്ഞത്, എന്താണ് പ്രീസ്റ്റ് പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. ഇത് എന്താണെന്ന് അറിയാൻ വയ്യ, നമുക്കും അറിയാൻ വയ്യ അല്ലേ? ശരി. He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. All at once he remembered that at the next village, 12 miles away, there was a very big temple. And he had heard there were several priests at that temple. And he made up his mind to go to them and ask them to take him for their accolade. അങ്ങനെ പഠിക്കാൻ വന്ന സ്ഥലത്തുനിന്നും ആര് പുറത്താക്കി? പ്രീസ്റ്റ് പുറത്താക്കി. ഇനി നേരെ വീട്ടിലോട്ട് പോകണം. നമ്മൾ ക്ലാസ്സിൽ നിന്നൊക്കെ പുറത്താക്കുമ്പോൾ നമുക്ക് ഡൗട്ടാണ്. ചിലപ്പോൾ എന്തെങ്കിലും പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്, ക്ലാസ്സിൽ നിന്നൊക്കെ പുറത്താക്കുമായിരുന്നു. ഒക്കെ എവിടെ പോകും, എന്ത് പോകുമെന്നൊക്കെ അറിയാൻ പോയത് കണ്ട് കറങ്ങാം. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറഫുള്ളി. വളരെ സോറഫുള്ളി, വളരെ സാഡായിട്ട് അവൻ എന്ത് ചെയ്തു? ടെമ്പിളിൽ നിന്ന് പുറത്ത് കടന്നു. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു. ഇനി എന്ത് ചെയ്യും? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഷാൽ ഐ ഗോ ടു ഹൗസ്? വീട്ടിൽ പോകണമോ? If he went straight home, he felt sure his father would punish him for having disobedient to the priest. If I go to house, ഞാൻ വീട്ടിൽ പോവുകയാണെങ്കിൽ the father must beat me, must punish me. തീർച്ചയായിട്ടും അച്ഛൻ എന്നെ അടിക്കും. Because I disobedient for the priest. അച്ഛന് പ്രീസ്റ്റിനോട് ഡിസ്ഒബീഡിയൻ്റ് ആയതിന്, അനുസരണക്കേട് കാട്ടിയതിന് അച്ഛൻ തീർച്ചയായിട്ടും ശിക്ഷിക്കും. അച്ഛൻ്റെ ശിക്ഷ മൊത്തം വാങ്ങേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ വീട്ടിലോട്ട് പോയാൽ അടി ഉറപ്പാണ് എന്ന് മനസ്സിലായി. ഓൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് ദ നെക്സ്റ്റ് വില്ലേജ്. പെട്ടെന്നാണ് അവൻ്റെ കാര്യം ഓർമ്മ വന്നത്. അടുത്ത ഗ്രാമത്തിൽ 12 miles away, ഇവിടെ നിന്നും 12 മൈലുകൾ. നമ്മൾ പറഞ്ഞു ഒരു മൈൽ ഈസ് ടു 1.609 കിലോമീറ്റർ. 12 മൈലുകൾക്ക് അപ്പുറം there was a very big temple. അവിടെ വലിയൊരു അമ്പലമുണ്ട്. ആ ഗ്രാമത്തിൽ വലിയൊരു അമ്പലമുണ്ട്. He had heard there were several priests at that temple. അവൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരുപാട് പ്രീസ്റ്റുകളുണ്ട്. ധാരാളം, ആ അമ്പലത്തിൽ വലിയൊരു അമ്പലമാണ്. അവിടെ ധാരാളം സന്യാസിമാരുണ്ട്, അല്ലെങ്കിൽ അവിടെ ധാരാളം പുരോഹിതന്മാരുണ്ട്. And he made up his mind to go them and ask them to take him for their accolade. അപ്പോൾ അവൻ ചിന്തിച്ചു, I must go there. എനിക്ക് അവിടെ തീർച്ചയായിട്ടും പോകണം. And ask them, requested them to take us as a accolade. അവരോട് പറയാൻ, കെഞ്ചാം, എന്നെ എന്താക്കി മാറ്റുക, അവരുടെ ശിക്ഷനാക്കി മാറ്റുക എന്ന് അവരോട് കെഞ്ചി നോക്കാം. കാരണം ഇവിടെ നിന്ന് 12 മൈലുകൾ അപ്പുറത്തോട് ഒരു അമ്പലമുണ്ട്. അത് ഇദ്ദേഹം കേട്ടിട്ടുണ്ട്, നമ്മളെ പയ്യൻ കേട്ടിട്ടുണ്ട്. അവിടെ പോയാൽ, അവിടുത്തെ പ്രീസ്റ്റിനോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ എന്നെ ആരാക്കി മാറ്റും, അവരുടെ ശിക്ഷനാക്കി മാറ്റാം. അതുകൊണ്ട് ഒരു ഹംബിൾ റിക്വസ്റ്റ് ഒന്ന് നടത്തി നോക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ എന്തായാലും പോകണ്ട. വീട്ടിൽ പോയാൽ അച്ഛൻ്റെ നിന്ന് അടി കിട്ടും. ഫോർ വാട്ട് റീസൺ? ഫോർ ദ ഡിസോബീഡിയൻറ്റ് ടു പ്രീസ്റ്റിനോട് ഡിസോബീഡിയൻ്റ് ആയതുകൊണ്ട് അച്ഛൻ എന്തായാലും അടി കിട്ടും. അപ്പോൾ ആ വീട്ടിൽ പോകുന്നതിന് നല്ലത് അടുത്തുള്ള ടെമ്പിളിലേക്ക് വച്ച് പിടിക്കാം. അവിടെ ആകുമ്പോൾ കുറച്ച് പ്രീസ്റ്റുമുണ്ട്. അങ്ങനെ ഹി ഡിസൈഡ് ടു ഗോ ടു നിയർ ടെമ്പിൾ. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോറി ടെല്ലർ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ദ ബോയ് ഹൂ ഡ്രീ കാറ്റ്സ് എന്ന് പറയുന്ന പാഠത്തിലെ ഒരു ഭാഗമാണ്. മെയിൻ ക്യാരക്ടർ ഒരു കുട്ടിയാണ്, ഒരു ചെറിയ വീക്കായിട്ടുള്ള കുട്ടിയാണ്. അവനെ അച്ഛനും അമ്മയും എവിടെ കൊണ്ടാക്കുന്നു? പ്രീസ്റ്റ്ഹുഡ് പഠിക്കുവാൻ വേണ്ടി, പൂജ പഠിക്കുവാൻ വേണ്ടി എവിടെ കൊണ്ടാക്കുന്നു? ടെമ്പിളിൽ കൊണ്ടാക്കുന്നു. പക്ഷെ അവന് റയറായിട്ടുള്ള നേച്ചറുണ്ട്, ഒരു ഹാബിറ്റ് ഉണ്ട്. ഡ്രോയിങ് കാറ്റ്സ് വരെ എല്ലാ സ്ഥലത്തും പൂച്ചകൾ വരയ്ക്കുക അല്ലേ. പ്രീസ്റ്റിന് അത് ഇഷ്ടമായില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? പുറത്താക്കുന്നു. അങ്ങനെ പുറത്തായി അവൻ തീരുമാനിക്കുന്നു എവിടെ പോകണം. വീട്ടിൽ പോയാൽ പറ്റില്ല, കാരണം അച്ഛൻ്റെ എന്ത് കിട്ടും? അടി കിട്ടും. സോ ഹി ഡിസൈഡ് ടു ഗോ ദ അതർ ടെമ്പിൾ. അടുത്ത അമ്പലത്തിലേക്ക് പോകാം. അവിടെ ഒരുപാട് പ്രീസ്റ്റ് ഉണ്ട്. അവർ ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം, തന്നെ ഒരു ശിക്ഷനാക്കി എടുത്തേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ അടുത്ത ടെമ്പിളിലേക്ക് പോകുവാൻ, 12 മൈലുകൾ അപ്പുറമുള്ള ടെമ്പിളിലേക്ക് പോകാൻ തീരുമാനിച്ച് നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗമായി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.